മാമി എന്തോ കാര്യം പറയാനാ വന്നെന്ന് പറഞ്ഞു. എന്നോടുകൂടി പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയും, ഞാൻ ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ തരാം. അതിനെന്താ, നമ്മുടെ ശിവാനി ഇല്ലയോ, ശിവാനിക്ക് ഒരു കല്യാണാലോചന കൊണ്ടാണ് ഞാൻ വന്നേ. ശിവാനിക്ക് കല്യാണമായിരുന്നു? അവള് ചെന്നൈയിൽ പഠിക്കുകയല്ലേ? അത് കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. അതെങ്ങനെ പഠിക്കാൻ പോണ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കണത്? ഈ നാട് ഒരിക്കലും നന്നാകില്ല. സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടര്, അവരെ ചവിട്ടി താഴ്ത്താൻ വേറൊരു കൂട്ടര്. അതുകൊണ്ട് ശിവാനിയുടെ കല്യാണം നടക്കില്ല. നീ എന്തോ ഞാൻ പറയുന്നേ? അവളെ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് ഞാനല്ലേ പറയണത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാനാ തീരുമാനിക്കണത്. അവളുടെ കാര്യങ്ങൾ തീരുമാനിക്കാനേ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നീ അവിടെ അഭിപ്രായം ഒന്നും പറയണ്ട. അവളെ കല്യാണം ഇവിടെ നടത്തില്ലെന്ന് ഞാനാ പറയണത്. ജയന്തൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഭവാനെ നിനക്ക് ഒട്ടും അറിയത്തില്ല. ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് ജയന്തൻ ആരാന്ന്. അപ്പൊ അറിയാൻ പറ്റും കേട്ടാ. എന്താ പ്രശ്നം? ഇവിടെ ഇച്ചിരിക്കില്ലാത്ത കൊച്ചിനെ കല്യാണം കഴിക്കണമെന്നുള്ള തീരുമാനം ഇട്ട് ആരാ? ജയന്തനെ ഞാൻ ഇങ്ങോട്ട് വിട്ടെന്താ? കുറച്ചേരം അമ്മ അടുത്ത് വരുന്ന സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ? അതിപ്പോ വഴക്കായോ? ഞാൻ ആരാന്ന് ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കും. അതെന്തിനാ അമ്മ? എന്താ അമ്മ പ്രശ്നം? എന്താ അങ്ങോട്ട് വരും? ഇതൊന്നും അങ്ങോട്ട് ചോദിക്കാനാ? പഠിക്കുന്ന കൊച്ചിനെ ഇപ്പൊ കെട്ടിക്കണ്ട. എല്ലാരും കൂടി അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഞാൻ കോളേജ് പഠിക്കുന്ന കാലം നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവള് കുറച്ച് ദിവസമായിട്ട് കോളേജ് വരുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോ അവളെ കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ പന്തൽ നിൽക്കുന്നു, താലി കെട്ടാൻ പോകുന്നു. ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ ചെന്നു. താലി കെട്ടിക്കാതെ ആ കുട്ടിയെ ഞാൻ വിളിച്ചു കൊണ്ടുവന്ന് കോളേജിൽ വെച്ച് പഠിപ്പിച്ച ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ അടങ്ങിയിരിക്കണോ? ഞാൻ എതിർക്കും, അതിനെ തകർക്കും. അതുകൊണ്ട് ഈ കല്യാണം ഇവിടെ നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അവർ കല്യാണം നടത്താൻ വന്നിരിക്കുന്നത് ശൈശവ വിവാഹം ഇത്. ഞാനേ അമ്മയുടെ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. നമ്മളിപ്പോ എന്തായാലും കൊച്ചിനെ കെട്ടിച്ചൊന്നും വിടില്ലല്ലോ. അവൾ പഠിക്കല്ലേ. പഠിച്ചു കഴിഞ്ഞ് അവൾ ജോലിയൊക്കെ വാങ്ങിച്ച് അവൾക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ മാത്രമേ കല്യാണം നടത്തുള്ളൂ. അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അവളോട് അങ്ങോട്ട് പറയും. മനസ്സിലായില്ലെങ്കിൽ ജയന്തനെ കൊണ്ട് ഒന്നും കൂടെ സംസാരിപ്പിക്കാം. ഇല്ല, എനിക്ക് മനസ്സിലായി. എല്ലാം മനസ്സിലായില്ല. ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ജയന്തൻ പറഞ്ഞു അമ്മയെടുത്ത്. ഞാൻ പറയണോ? ഞാൻ ഒന്നുകൂടി പറയണോ? പറയണോ അമ്മ? വേണ്ട വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അപ്പൊ പറഞ്ഞ പോലെ ഇരിക്കണം കാര്യങ്ങൾ കേട്ടാ. എന്നെ ഇത് വരുത്തരുത്. അവിടെ പോയിരുന്നു ഇവരോട് പറഞ്ഞേക്ക്. അവര് പണ്ടേ ചെറിയ ഒരു നൊസ്സുണ്ടവന്. അതും കൂടെ അതിന്റെ എരിതീരി എണ്ണ കഴിക്കാൻ വേണ്ടി ശൈശവാകൊണ്ട് അവൻ്റെ പറഞ്ഞു കൊടുത്താൻ തരാനാണ്. എടാ, ഞാൻ അറിഞ്ഞു അവൻ ഇങ്ങനെ കയറി പ്രതികരിക്കുമെന്ന്. അമ്മ അകത്തിരുന്നല്ല, അമ്മ മാവും ചോട്ടി വന്നിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? അവൻ ഇവിടെ ഇരിക്കുന്ന കണ്ടോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അവൻ ഇരിക്കണ അടുത്തേക്ക് അമ്മ പോകും. അല്ല, ഉണക്ക കമ്പാലും തല കൂടെ അടിച്ച് അപ്പൊ തന്നെ കിളി പോയാൽ തന്നെ ഈ വടിയെടുത്ത് തലക്കിട്ട് അടിച്ച് നമ്മൾ വന്നില്ലെങ്കിൽ ഇതടിച്ച് പൊട്ടിച്ചേനെ തല. അമ്മ ഇറങ്ങി പോണം. അമ്മ എന്തിനും ഇങ്ങോട്ട് കയറി വന്ന്? പേടിച്ചു വന്നാടാ. മേലായി ശൈശവ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നു പോയത് ഇല്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. പഠിക്കേണ്ട പ്രായത്തിൽ പിള്ളേരെ കെട്ടിച്ചു വിട്ടാലുള്ള ദുർവിധിയെ എൻ്റെ മോടെ കാര്യത്തിൽ എനിക്കറിയാമല്ലോ. അതെ, അമ്മയാണല്ലോ അമ്മ.